ഈ പ്രശ്നം എങ്ങനെയാണ് NHA പരിഹരിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുതരം ഭയാശങ്ക സത്യത്തിലൂടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലയിടത്തായിട്ട് ഈ വിള്ളൽ കാണുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു ടെക്നോളജി നിങ്ങൾ നോക്കുക, ഇത്തരം കോൺക്രീറ്റ് കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തുമായി. അതിനിടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റോ സ്വഭാവത്തിലുള്ള ഒരു ലെയറിലുള്ള ഒരു വല പോലെ ഒരു സംഗതി വെക്കുന്നു. അതിന് മുകളിലേക്കാണ് നിർമ്മിച്ചേ പോവുക. നടുക്ക് മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ കാണുന്ന പോർഷനിൽ ഇതിന് മുകളിലേക്ക് നോക്കിയാൽ ഒരു വിള്ളൽ രൂപപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റിന് പ്രശ്നം ഉണ്ടായിട്ട് ആളുകൾ പറയുന്നു. ഇതിപ്പോൾ എഞ്ചിനീയറിംഗ് വിദഗ്ധരാണ് വിശദീകരിക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ഉള്ളതായിട്ടൊക്കെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇളക്കം തട്ടിയതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചലനം ഉണ്ടായതാണോ എന്ന് നമുക്കറിയില്ല. അത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഈ സംഗതി വീണതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുതരം ആശങ്ക രൂപപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. മൊത്തത്തിലൊരു തിടുക്കപ്പെട്ടു എന്നുള്ള പരാതി പറയാൻ കാര്യം എന്താണ്? പരാതിയുണ്ട്. കാരണം ഈ മെയ് 31 ഇതിന്റെ ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഈ റോഡ് ഇതിലൂടെ ഇതിന്റെ മുകളിലൂടെ വാഹനം ഓടണം എന്നുള്ള. അപ്പോൾ ഈ ഒരു 2 ആഴ്ച ഇവിടെ നല്ല ധൃതിയിലാണ് പണി നടന്നിട്ടുള്ളത്. അതിൽ കാര്യമായിട്ട് അപാകത വന്നിട്ടുണ്ട്. കുറച്ച് കാലമായി ഇതല്ല ഇവിടെ ഈ ഒരു ഭാഗം ഈ ഒരു സൈഡ് ആദ്യം പണിതിട്ടുള്ളൂ. ഈ സൈഡ് രണ്ടാമത്തെ ഈ സൈഡ് പണിതിട്ട് 2 ആഴ്ചയൊക്കെ കാണാൻ ഇത്രയും പെട്ടെന്ന് ഈ ഒരു വർക്ക് തീർത്തത്. അതായത് അത് ജൂൺ 1 മുതൽ വാഹനങ്ങൾ ഓടി തുടങ്ങാൻ വേണ്ടി ചെയ്താണെന്ന ഒരു ഇതുണ്ട്. ധൃതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക്. കാര്യമായ സൂപ്പർവൈസനും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണ്. താങ്ക് യു. അതായത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം പലതരത്തിലുള്ള കൺസേൺസ് ആളുകൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ വീഴാൻ പോകുന്നുണ്ടോ? അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കാൻ UDF സർക്കാരിൻ്റെ കാലത്ത് പ്ലാൻ ഉണ്ടായിരുന്ന സമയത്ത് ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട പരാതികളിലൊന്ന് ആളുകളെ 2ആയി വിഭജിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഒരു ജീവിത മേഖലയെ 2ആക്കി കഴിഞ്ഞു. അപ്പോൾ ആ പ്രശ്നം NHA പരിഗണിച്ച മട്ടില്ല. ഇനിയും പരിഗണിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ നിർമ്മാണ മോഡൽ ഒരു പ്രശ്നമാണ് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ താങ്കൾ എന്താണ്? ഞാൻ ഈ നാട്ടുകാരനാണ്. അല്ല, ഈ പ്രശ്നം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട ഒന്നാണ്. ഈ പ്രശ്നം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ ഇത്തരത്തിലുണ്ടായ സമയത്ത് തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഇത്തരത്തിൽ ഇവിടെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ നാട്ടുകാർ ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് റോഡ് താഴ്ന്നതും വിഷയങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ കൂരിയാട് പാലം ഇതും അതേപോലെ അപകടാവസ്ഥയിലാണ്. 6 വരിപ്പാത ഭൂമി ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ പഴയ പാലാണ് അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഭാവിയിലേക്ക് വലിയൊരു അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. 3 വരി ഒരു സൈഡിലൂടെ, അതായത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഭാഗത്തേക്ക് 3 വരി പാതയിലൂടെ വാഹനങ്ങൾ വന്നിട്ട് ഒരൊറ്റടിക്ക് 2 വരി പാതയിലോട്ട് ചുരുങ്ങുകയാണ്. പഴയ പാലം ഉപയോഗപ്പെടുത്തുകയാണ്. സർവീസ് റോഡിലൂടെ നേരെ ഈ വാഹനങ്ങൾ ഇതിലേക്ക് കയറുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഭാവിയിലേക്ക് വൻ അപകട സാധ്യത തന്നെ നിലനിൽക്കുകയാണ്. ആക്സിഡൻറ്റുകൾ കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ ഇതിനെക്കാട്ടിയും വലിയത് നടത്തി എന്നുള്ളതാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഇതിനായിട്ട് നല്ല രീതിക്ക് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ കമ്പനി ഇവിടുത്തെ ഭൂമിയെ പറ്റി പഠിക്കണം, ഭൂമി ഘടനയെ പറ്റി പഠിക്കാതെയാണ് എന്താക്കിയിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്.